നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററിന്റെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജസ് ഏത് രൂപത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ സെക്കൻഡ് സെം അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമായി തുടങ്ങിയിട്ടുണ്ട്. പലർക്കും വരുന്നൊരു സംശയമാണ് എങ്ങനെയാണ് അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജസ് ഫില്ല് ചെയ്യാന്നുള്ളത്. അപ്പൊ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജസ് നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്. അതായത് 10 മാർക്കിന്റെ അസൈൻമെന്റ് ഫ്രണ്ട് പേജ് ഷീറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ 15 മാർക്കിന്റെ ഫേസിംഗ് ഷീറ്റും നമുക്ക് വരുന്നുണ്ട്. അസൈൻമെന്റ് സെറ്റ് 1 ആയിട്ടും സെറ്റ് 2 ആയിട്ടും അസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു പേപ്പറിന് 2 അസൈൻമെന്റ് എന്നുള്ള രൂപത്തിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജസ് ഏത് രൂപത്തിലാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, അതുപോലെ എൻറോൾമെന്റ് നമ്പർ, നെയിം ഓഫ് ദി പ്രോഗ്രാം, സെമസ്റ്റർ, കോഴ്സ് കോഡ്, കോഴ്സ് ടൈറ്റിൽ, അതുപോലെ നെയിം ഓഫ് ദി ലേണർ സപ്പോർട്ട് സെന്റർ, ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ടും ഫില്ല് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേരാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും, 10 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും എൻറോൾമെന്റ് നമ്പർ ആയിട്ട്. ആ നമ്പറാണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുള്ളത് നിങ്ങളുടെ കംപ്ലീറ്റ് കോഴ്സിന്റെ കംപ്ലീറ്റ് നെയിം ആണ് എഴുതേണ്ടത്. ഇപ്പൊ സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി, അതുപോലെ തന്നെ BA മലയാളം ആണെങ്കിൽ BA മലയാളം, അതിന്റെ കംപ്ലീറ്റ് നെയിമും നിങ്ങൾ ഈ ഒരു നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുള്ള ഭാഗത്ത് ഫില്ല് ചെയ്യണം. അതുപോലെ സെമിസ്റ്റർ ഏതാണെന്നുള്ളത്, ഫസ്റ്റ് സെം ആണോ അല്ലെങ്കിൽ സെക്കൻഡ് സെം ആണോ എന്നുള്ള കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിന് നമുക്കൊരു കോഡ് വരുന്നുണ്ട്. ആ കോഡാണ് ഈ കോഴ്സ് കോഡ് എന്നുള്ള ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കോഴ്സിന്റെ കംപ്ലീറ്റ് നെയിം ആണ് എഴുതേണ്ടത്. അതായത് ക്രിമിനോളജി ആണെങ്കിൽ ക്രിമിനോളജി, അതല്ലെങ്കിൽ അതിൽ ഏത് പേപ്പറാണ് നിങ്ങൾ എഴുതുന്നത് ആ പേപ്പറിന്റെ കംപ്ലീറ്റ് നെയിം ആണ് കോഴ്സ് ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നെയിം ഓഫ് ദി ലേണർ സപ്പോർട്ട് സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ LSCയുടെ പേരാണ് എഴുതേണ്ടത്. അതായത് LSC സെന്റർ, നിങ്ങൾക്കിപ്പം ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ LSC സെന്റർ വഴിയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത്. അതുപോലെ തന്നെ ലേണർ സപ്പോർട്ട് സെന്റർ എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ ലേണർ സപ്പോർട്ട് സെന്ററിന്റെ കംപ്ലീറ്റ് നെയിം ആണ് അവിടെ എഴുതേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും ഫില്ല് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ അന്നേ ദിവസത്തെ ഡേറ്റും നിങ്ങൾ എഴുതാനുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഈ ഒരു ഫസ്റ്റ് ഷീറ്റ് ഫില്ല് ചെയ്ത പോലെ തന്നെയാണ് സെക്കൻഡ് ഷീറ്റും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ്, അതായത് ഫേസിംഗ് ഷീറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഫേസിംഗ് ഷീറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അസൈൻമെന്റ് PDF ഫോർമാറ്റിലാണ് അയച്ചു തരേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്തത് കംപ്ലീറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്